നമസ്കാരം. ഒരു സത്കർമ്മം ഇപ്പോൾ ചെയ്യണോ വേണ്ടയോ എന്ന ആശയക്കുഴപ്പത്തിലായ ഒരാളോട് ഒരു സുഭാഷിത കവി പറയുന്ന ഒരു പദ്യം ഉദ്ധരിക്കട്ടെ. ക്ഷണം വിത്തം, ക്ഷണം ചിത്തം, ക്ഷണം ജീവതി മാനവഃ, യമസ്യ കരുണാ നാസ്തി ധർമ്മസ്യ ത്വരിതാ ഗതിഃ എന്ന. ക്ഷണം വിത്തം, ഒരു സത്കർമ്മം ചെയ്യാൻ ആവശ്യമായ സമ്പത്ത്, പണം, അത് ക്ഷണമാണ്, ക്ഷണികമാണ് എന്നർത്ഥം. അത് ഇന്ന് തൻ്റെ പക്കലുണ്ട് എങ്കിൽ പിന്നീട് നമ്മൾ ആ സത്കർമ്മം മാറ്റി വെച്ചാൽ, പിന്നീട് ചെയ്യാമെന്ന് വെച്ചാൽ അന്ന് അതിനാവശ്യമായ സമ്പത്ത് തൻ്റെ പക്കൽ ഉണ്ടാവണം എന്നില്ലല്ലോ. ക്ഷണം ചിത്തം, ചിത്തം മനസ്സാണല്ലോ, മനസ്സും ക്ഷണികമാണ്. ഇന്ന് മനസ്സ് തന്നെ തുണയ്ക്കുന്നുണ്ട് ഈ സത്കർമ്മം ചെയ്യുവാൻ. ആ സത്കർമ്മം മാറ്റിവെക്കുമ്പോൾ മനസ്സ് അന്നേരം നമ്മെ തുണയ്ക്കണമെന്നില്ല. മനസ്സ് പറഞ്ഞേക്കാം അത് ഇപ്പോൾ വേണ്ട, പിന്നീട് ചെയ്യാമെന്ന്. മനസ്സ് നമ്മെ പിന്തുണയ്ക്കാൻ വിസമ്മതിച്ചേക്കാം. മനസ്സിൻ്റെ പിന്തുണ വേണമല്ലോ സത്കർമ്മങ്ങൾ ചെയ്യുവാൻ. ക്ഷണം ജീവതി മാനവഃ എന്ന്, മനുഷ്യൻ ഹ്രസ്വകാലത്തേക്ക് മാത്രമേ ജീവിക്കുന്നുള്ളൂ, മനുഷ്യൻ പോലും മരിച്ചു പോയേക്കാം എന്ന്. യമസ്യ കരുണാ നാസ്തി എന്ന് പറഞ്ഞുകൊണ്ടത് കൂടുതൽ വ്യക്തമാക്കുകയാണ്. യമന്, ഈ മരണദേവന് കരുണയില്ല എന്ന്. അതായത് ഒരു മനുഷ്യൻ സൽക്കർമ്മത്തിൽ ഏർപ്പെടാൻ പോവുകയാണ്, അതുകൊണ്ട് ഒട്ടേറെ പേർക്ക് നന്മയുണ്ടാകും, അയാളെ ഇപ്പോൾ മരിപ്പിക്കേണ്ട എന്ന് യമൻ ചിന്തിക്കുകയില്ല. സമയമാകുമ്പോൾ കാലൻ യമൻ ജീവൻ എടുക്കുക തന്നെ ചെയ്യും. അപ്പോൾ പിന്നെന്താണ് മാർഗം, പരിഹാരം എന്താണ്? കവി ഉപസംഹരിക്കുന്നു. ധർമ്മസ്യ ത്വരിതാ ഗതിഃ എന്ന. ധർമ്മത്തിൻ്റെ ഗതി വേഗത്തിലാവട്ടെ. ധർമ്മപദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാ സത്കർമ്മങ്ങളെയുമാണ്. സത്കർമ്മത്തിൻ്റെ ഗതി വേഗത്തിലാവട്ടെ. സത്കർമ്മം ചെയ്യാൻ തോന്നിയാൽ ആ തോന്നുന്ന മാത്രയിൽ തന്നെ അതങ്ങോട്ട് ചെയ്യുക എന്തെന്നാൽ അതിനാവശ്യമായ മനസ്സാവട്ടെ, അതിനാവശ്യമായ പണമാവട്ടെ, അതിനാവശ്യമായ ആയുസ്സാവട്ടെ നമ്മുടെ പക്കലില്ല. ഇവയൊക്കെ തന്നെ ക്ഷണികങ്ങളാണ് എന്ന. അപ്പോൾ ഒരു സത്കർമ്മം എങ്ങനെ ചെയ്യണമെന്ന് നമ്മെ ഉദ്ബോധിപ്പിക്കുകയാണല്ലോ ഈ സുഭാഷിതം. മറ്റൊരു വരി കൂടി പറയാം. ഇഷ്ടം ധർമ്മേണ യോജയേതെന്ന്. ഇഷ്ടത്തെ ധർമ്മത്തോടൊപ്പം കൂട്ടിയിണക്കുക എന്ന്. ഇവിടെ ധർമ്മപദത്തിന് നമുക്ക് ദാനമെന്ന വളരെ ചെറിയ അർത്ഥമെടുത്താൽ കൂടുതൽ വ്യക്തമാകുമെന്ന് തോന്നുന്നു. അപ്പോൾ ഇഷ്ടത്തെ ധർമ്മത്തോടൊപ്പം കൂട്ടിയിണക്കുക എന്ന് വെച്ചാൽ ഇഷ്ടത്തോടു കൂടി ദാനം ചെയ്യുക എന്നർത്ഥം പറയാം. അല്പം കൂടി വിശാലമായി ചിന്തിച്ചാൽ ഇഷ്ടപ്പെട്ട വസ്തു ദാനം ചെയ്യുക. ആർക്ക് ഇഷ്ടപ്പെട്ട വസ്തു? നാം ആർക്ക് ദാനം ചെയ്യുന്നുവോ അയാൾക്ക് ഇഷ്ടപ്പെട്ട വസ്തു. ആർ ദാനം ചെയ്യുന്നുവോ അയാൾക്ക് ഇഷ്ടപ്പെട്ട വസ്തു. രണ്ടും പറയാമല്ലോ. അതായത് എനിക്ക് ഒരു പ്രിയങ്കരമായ വസ്തുവുണ്ട്, അത് എൻ്റെ സുഹൃത്തിന് അത് പ്രിയങ്കരമാണ് എന്നിരിക്കട്ടെ. ഞാൻ ആ വസ്തു ദാനം ചെയ്യുമ്പോൾ മാത്രമേ അത് ദാനമാവുകയുള്ളൂ. എനിക്ക് ഇഷ്ടമല്ലാത്ത ഒരു വസ്തു ഞാൻ ദാനം എന്ന പേരിൽ ഒരാൾക്ക് നൽകിക്കഴിഞ്ഞാൽ ദാനമാവില്ലല്ലോ, അത് ദൂരീകരണമാവുകയേ ഉള്ളൂ. അപ്പോൾ നമ്മളിവിടെയൊക്കെ കണ്ടത് എങ്ങനെ സത്കർമ്മം ചെയ്യണമെന്നാണല്ലോ. എങ്ങനെ സത്കർമ്മം ചെയ്തുകൂടാ എന്നും നമ്മൾ അറിയേണ്ടതല്ലേ. അതിന് നമ്മൾ വായിക്കേണ്ടത് എനിക്ക് തോന്നുന്നു ഗിരിപ്രഭാഷണത്തിലെ ചില വാചകങ്ങളാണ്, ചില സൂക്തങ്ങളാണ്. ഗിരിപ്രഭാഷണത്തിലെ തിരഞ്ഞെടുത്ത ശ്ലോകങ്ങളാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചർച്ച ചെയ്തു വരുന്നത്. ദേവസ്യാസാർ എഴുതിയ ക്രിസ്തു ഭാഗവതം എന്ന കൃതിയിൽ ഗിരിപ്രഭാഷണത്തിനായിട്ട് 2 അധ്യായങ്ങൾ കവി നീക്കിവെച്ചിട്ടുണ്ട്. ഗുഡ്നസ് ടിവിയിലെ എല്ലാ മാന്യ പ്രേക്ഷകരെയും ഞങ്ങൾ ഭർഗോ ദേവസ്യ ധീമഹി എന്ന് പേരിട്ട് വിളിക്കുന്ന ക്രിസ്തു ഭാഗവത ചർച്ചയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. എന്നത്തെയും പോലെ ഇന്നും നമുക്കൊപ്പം സണ്ണിയച്ചനുണ്ട്. ദേവസ്യാസാറിൻ്റെ നേരിട്ടുള്ള ശിഷ്യനും സുഹൃത്തും കാഞ്ഞിരപ്പള്ളി രൂപതാംഗവും സംസ്കൃത ഭാഷാ സ്നേഹിയും എൻ്റെ മാന്യ സുഹൃത്തുമായ സണ്ണി കുരുവിള മണിയാക്കുപാറ എന്ന സണ്ണിയച്ചൻ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ക്രിസ്തു ഭാഗവതത്തിലെ തിരഞ്ഞെടുത്ത ശ്ലോകങ്ങൾ ഗാനാത്മകമായി പാടിത്തരാൻ അതുല്യ രാജേഷ് എന്ന വിദ്യാർത്ഥി നമുക്കൊപ്പമുണ്ട്. അതുല്യയെയും ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു.
അച്ഛാ, നമ്മളിന്നും പതിവ് തെറ്റിച്ചില്ല. നമ്മൾ ഒരു ശ്ലോകം പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ആരംഭിച്ചത്. ഈ സത്കർമ്മം എങ്ങനെ ചെയ്യണം എന്ന് ഉദ്ബോധിപ്പിക്കുന്ന ഒരു സുഭാഷിതമാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്തത്. സത്കർമ്മം എങ്ങനെ ചെയ്തുകൂടാ എന്ന് അറിയണമെങ്കിൽ ഗിരിപ്രഭാഷണത്തിലെ ചില ശ്ലോകങ്ങൾ വായിക്കേണ്ടിയിരിക്കുന്നു. ദേവസ്യ സാറ് വളരെ മനോഹരമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. അതിലേക്ക് കടക്കുകയാണ്. യൂയം സ്വധർമാചരണം എന്നാരംഭിക്കുന്ന ശ്ലോകത്തിലേക്ക് അതുല്യ നമുക്കായിട്ടത് ആലപിച്ചു തരും. യൂയം സ്വധർമാചരണം പരേഷാം ആലോകനാർത്ഥം ജനതാ സമക്ഷം മാ കാഷ്ടനാഗസ്ഥപിതുർനലഭ്യോ യദ്യേവമുത്തുംഗകൃപാപ്രസാദഃ. അച്ഛാ നോക്കൂ, യൂയം നിങ്ങൾ സ്വധർമാചരണം, സ്വന്തം ധർമ്മം ആചരിക്കുന്നത് പരേഷാം ആലോകനാർത്ഥം ജനതാസമക്ഷം മാ കാഷ്ട, അന്യർ കാണുവാൻ വേണ്ടി ജനങ്ങളുടെ മുൻപിൽ വെച്ച് ചെയ്യരുത്. അപ്പോൾ സത്കർമ്മം എങ്ങനെ ചെയ്യണമെന്ന് നമ്മൾ ഇൻട്രോയിൽ കണ്ടു. എങ്ങനെ ചെയ്തു കൂടാ എന്ന് ഈശോ പറയുകയാണ്. അത് മറ്റുള്ളവർ കാണാൻ വേണ്ടി ജനങ്ങളുടെ മുമ്പിൽ വെച്ചല്ല അത് ചെയ്യേണ്ടത് എന്ന്. എങ്കിൽ എന്താ സംഭവിക്കുക എന്ന് കൂടി അദ്ദേഹം പറയുന്നുണ്ട്. ഏവം യതി, അങ്ങനെയെങ്കിൽ നാഗസ്ഥ പിതുഹു, സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഉത്തുംഗ കൃപാപ്രസാദ, ഉത്കൃഷ്ടമായ കൃപാപ്രസാദം കനിവ് ന ലഭ്യ, ലഭിക്കുന്നതല്ല എന്ന്. അച്ഛനതിനെക്കുറിച്ച് ഇത് ഞാൻ ചിന്തിക്കുകയായിരുന്നു. അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു സാഹചര്യം നോക്കുകയാണെങ്കിലേ, അതെ, ഫേസ്ബുക്കിൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെയൊക്കെ ഒരു സാഹചര്യമാണ് നമുക്കുള്ളത്. അപ്പോൾ എന്ത് മനുഷ്യൻ ചെയ്താലും അന്നേരെ അത് ഒന്നെങ്കിൽ ഫേസ്ബുക്കിൽ ഇടുക, ചെറുപ്രായക്കാരാണ് കൂടുതൽ ഇൻസ്റ്റാഗ്രാമിൽ ഇടുക, അങ്ങനെ അന്നേരെ നമ്മളെല്ലാവരെയും അറിയിക്കുന്ന ഒരു രീതിയിലേക്കാണ് പോകുന്നത്. അതേസമയം അതിന് നേരെ വിരുദ്ധമായ രീതിയിലാണ് ഈ ക്രിസ്തു പറയുന്നത്. നമ്മൾ ഗോപ്യമായിട്ട് ചെയ്യുക. മറ്റുള്ളവരെ കാണിക്കാനായിട്ട് ചെയ്യുന്നെങ്കിൽ അവർ കണ്ടു, പ്രശംസിച്ചു, നിങ്ങൾക്ക് കിട്ടാനുള്ളത് കിട്ടി, നീ കൂടുതലൊന്നും കിട്ടാനായിട്ടില്ല. എനിക്ക് തോന്നുന്നു അവിടെ നമ്മളൊരു പ്രവൃത്തി ചെയ്യുമ്പം അത് ഏറ്റവും ശുദ്ധമായ ലക്ഷ്യത്തോടെ ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ അതൊരു ബിസിനസ് ആകരുത്. മറ്റുള്ളവരെ എനിക്ക് വേണ്ടിയിട്ടല്ല. ഞാനിപ്പോൾ ഒരു കാര്യം ചെയ്യുന്നു, എന്നിട്ട് മറ്റൊരാളെ കാണിക്കുന്നു, പ്രശസ്തി വഹിക്കുന്നു. അപ്പോൾ എനിക്ക് വേണ്ടി ഞാൻ അടിസ്ഥാനപരമായിട്ട് ചെയ്യുന്നു. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട്, മറ്റുള്ളവർക്കായിട്ട് ചെയ്യുന്നെങ്കിൽ പിന്നെ ഞാനാ ചെയ്യുന്നത് അറിയിക്കേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെയുള്ളൊരു ഏറ്റവും ഒരു പ്രവൃത്തി ഏറ്റവും പരിശുദ്ധമായ രീതിയിൽ ചെയ്യാനായിട്ടുള്ളൊരു പ്രബോധനമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. അതെ, നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കാം. സമാനമായ അടുത്ത ശ്ലോകത്തിലേക്ക്, ദദാതി ഭിക്ഷാം തു ഭവാൻ എന്നാരംഭിക്കുന്ന അടുത്ത ശ്ലോകത്തിലേക്ക് അതുല്യ നമുക്കായിട്ട് അത് ആലപിച്ചു തരും. ദദാതി ഭിക്ഷാം തു ഭവാൻ യദാ തദാ നകാരയേത്തൂര്യനിനാദമഗ്രദഃ നൃണാം വിലോകം സ്തവനം ചലിപ്സവഃ സഭാസുരഥ്യാസു ച ദാംഭികായഥാ. നോക്കു വച്ചാ, ഇവിടെ യഥാ ഭവാൻ ഭിക്ഷാം ദദാതി, നിങ്ങൾ എപ്പോൾ ഭിക്ഷ നൽകുന്നുവോ, ദാനം ചെയ്യുന്നുവോ എന്നാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ദാനം ചെയ്യുമ്പോഴൊക്കെ തഥാ നൃണാം വിലോകം സ്തവനം ച ലിപ്സവഃ ദാംഭികാഃ സഭാസു രഥ്യാസു ച യഥാ എന്ന്. അഗ്രതഃ തൂര്യ നിനാദം ന കാരയേതെന്ന്, മുൻപിൽ പെരുമ്പറ കൂട്ടി അറിയിക്കരുത്. പെരുമ്പറ കൂട്ടി അറിയിച്ചുകൊണ്ടല്ല നിങ്ങൾ ദാനം നൽകേണ്ടത്, ദാനം ചെയ്യേണ്ടത് എന്ന ഒരു ഉദാഹരണം കൂടി കാണിക്കുന്നുണ്ട്. ഈ സഭകളിലും പെരുവഴികളിലും കപടഭക്തന്മാർ ചെയ്യുന്നത് പോലെ മനുഷ്യർ കാണാനും സ്തുതിക്കാനും ആഗ്രഹിച്ചുകൊണ്ട്, നൃണാം വിലോകം സ്തവനം ച ലിപ്സവഃ എന്ന്, മനുഷ്യർ അത് കാണണം, അതിനെക്കുറിച്ച് പാടി പുകഴ്ത്തണം എന്നാഗ്രഹിച്ചുകൊണ്ട് ദാംഭികർ, കപടഭക്തന്മാരെ കുറിക്കുന്ന വാക്കാണ് ദാംഭികർ എന്ന വാക്ക് സംസ്കൃതത്തിൽ. അപ്പോൾ കപടഭക്തന്മാർ സഭകളിലും പെരുവഴികളിലും ചെയ്യുന്നത് പോലെ നിങ്ങൾ പെരുമ്പറ കുട്ടി അറിയിക്കരുത്, ദാനം രഹസ്യമായിട്ട് വേണം ചെയ്യുവാൻ, ഇങ്ങനെയല്ല ദാനം ചെയ്യേണ്ടത് എന്ന് ഊന്നി പറയുന്ന ഒരു ശ്ലോകമാണ് നമ്മൾ വായിച്ചത്. നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കാം. അവിടെ നമ്മൾ ഒരുപാട് കേട്ട ഒരു വചനമാണല്ലോ ഈ വലത്തേ കൈ നൽകുന്നത് ഇടത്തേ കൈ അറിയാതിരിക്കട്ടെ എന്ന. അതിനെക്കുറിച്ചുള്ള ശ്ലോകമാണിത്. ഭിക്ഷാത്വയ ദക്ഷിണ ഹസ്തദത്ത എന്നാരംഭിക്കുന്ന അടുത്ത ശ്ലോകത്തിലേക്ക്. ഭിക്ഷാത്വയാ ദക്ഷിണഹസ്തദത്ത മാജ്ഞായതാം വാമകരേണ തേ സാ
ദാനസ്യ ചൈവം നിഭൃതം കൃതസ്യ പിതാ ഫലം ദാസ്യതി ഗുപ്തദർശി. അച്ഛാ നോക്കൂ, ത്വയാ ദക്ഷിണഹസ്തദത്ത സാ ഭിക്ഷാത്തെ വാമകരേണ മാ ജ്ഞായതാം. നിന്റെ വലത്തെ കൈ നൽകുന്ന ഭിക്ഷ ഇടത്തെ കൈ അറിയാതിരിക്കട്ടെ എന്ന്. ഇങ്ങനെ ഏവം നിഭൃതം കൃതസ്യ ദാനസ്യ ഫലം ഗുപ്തദർശി പിതാ ദാസ്യതി. അപ്പോൾ ഇടത്തെ കൈ അറിയാതിരിക്കട്ടെ എന്ന് പറയുമ്പോൾ അപ്പോൾ അതിൻ്റെ ഫലം കിട്ടുമോ? ഇടത്തെ കൈ പോലും അറിയുന്നില്ലല്ലോ. ഞാൻ വലത്തെ കൈ കൊണ്ട് നൽകുന്ന ഭിക്ഷ എന്നാണെങ്കിലോ ഈശോ പറയും അത് പിതാവ് അതിൻ്റെ ഫലം നൽകിക്കൊള്ളുമെന്ന്. അതിനുള്ള വാക്ക് ഗുപ്തദർശി പിതാ ദാസ്യതി എന്നാണ് ദേവസ്യാസാർ പ്രയോഗിച്ചിരിക്കുന്നത്. ഏവം നിഭൃതം കൃതസ്യ ദാനസ്യ, ഇങ്ങനെ രഹസ്യമായി ചെയ്യുന്ന ദാനത്തിൻ്റെ ഫലം ഗുപ്തദർശിയായ പിതാവ് നൽകിക്കൊള്ളും. ദാസ്യതി എന്ന ഭാവികാല പ്രയോഗമാണ്, നൽകിക്കൊള്ളും എന്ന്. അതിനെക്കുറിച്ച് നിങ്ങൾ പേടിക്കേണ്ടതില്ല എന്ന്. ഇവിടെ ഗുപ്തദർശി എന്ന വാക്കിനെ കുറിച്ച് അല്പം പറയാനുണ്ടെന്ന് തോന്നുന്നു. കാരണം ഈ മലയാള ബൈബിളിൽ കാണുന്ന വാക്കുകൾ ഇവിടെ ഈ രഹസ്യത്തിൽ കാണുന്നവൻ എന്നാണ്. ഗുപ്തദർശി എന്ന്. ഈ രഹസ്യത്തിൽ കാണുന്നവൻ എന്ന് പറയുന്ന പ്രയോഗം അത് ഇത്തിരി നമ്മെ വഴിതെറ്റിക്കുന്ന ഒരു പ്രയോഗമായിട്ട് പോലും തോന്നാറുണ്ട്. രഹസ്യത്തിൽ കാണുന്നവൻ എന്ന് വെച്ചാൽ ഒളിഞ്ഞിരുന്ന് കാണുന്നവൻ എന്ന് പോലും അർത്ഥം പറയാമല്ലോ. അതല്ലല്ലോ ഉദ്ദേശിക്കുന്നത്. നാം രഹസ്യമായി ചെയ്യുന്നതെന്തോ അത് കാണുന്നവൻ എന്നല്ലേ. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച സംശയമുണ്ട്. ഈ ശ്രീബുദ്ധൻ പറഞ്ഞല്ലോ, സ്വർഗം ആഗ്രഹിക്കുന്നവർക്ക് സ്വർഗം കിട്ടുകയില്ല. ഞാനിതാദ്യം വായിച്ചപ്പോൾ എനിക്ക് വളരെ അനുഭവം തോന്നിയത് എന്താണെന്ന് മനസ്സിലായി പോലും. അപ്പം സ്വർഗം ആഗ്രഹിച്ചാൽ സ്വർഗം കിട്ടുക എന്ന് പറഞ്ഞാൽ എല്ലാ ആഗ്രഹങ്ങളും, സ്വർഗത്തിൻ്റെ ആഗ്രഹം പോലും വേണ്ടാന്ന് വെച്ച് അത്ര നിഷ്കളങ്കമായിട്ട് ചെയ്യണമെന്നുള്ള ഒരു സന്ദേശമാണ് ശ്രീബുദ്ധൻ പറയുന്നത്. ഈ മത്തായിയുടെ സുവിശേഷം 25-ാമത്തെ അധ്യായത്തിൽ വലിയ അന്ത്യവിധിയുടെ സുവിശേഷത്തിലെ ഏറ്റവും നല്ല ഭാഗങ്ങളിൽപ്പെട്ടതാണല്ലോ. അവിടെ ക്രിസ്തു പറയുന്നുണ്ട്, എനിക്ക് ദാഹിച്ചു, നിങ്ങളെനിക്ക് കുടിക്കാൻ തന്നു, ഞാൻ കാരാഗ്രഹവാസിയെ നിങ്ങളെന്നെ സന്ദർശിച്ചു, ഇതെല്ലാം പറയും. അപ്പം ഈ നീതിമാന്മാരായ ആൾക്കാർ ക്രിസ്തുവിനോട് ചോദിക്കുന്ന ചോദ്യം ഇതുമായിട്ട് ബന്ധമുണ്ട്. ഞങ്ങളിത് അറിഞ്ഞില്ലല്ലോ, എപ്പോഴാണ് നീ വന്നെന്നോ, ഞങ്ങൾ കുടിക്കാൻ തന്നോ, കാരാഗ്രഹ രോഗിയായപ്പോൾ സന്ദർശിക്കാൻ വന്നോ ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞാൽ അവരങ്ങനെ ഒരു പ്രതിഫലത്തിന് വേണ്ടിയിട്ട് ചെയ്തതൊന്നുമല്ല, അവരുടെ പ്രകൃതമാണ് അങ്ങനെ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു യാതൊരു പ്രതിഫലേച്ഛയില്ലാതെ ഏറ്റവും നിഷ്കളങ്കമായ രീതിയിൽ ചെയ്യണമെന്നുള്ള ഒരു, നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ പഴയ നിയമത്തെ പുതുക്കുകയാണ് വാസ്തവത്തിൽ. ഇപ്പോൾ രഹസ്യത്തിൽ കാണുന്ന പിതാവെന്നാണ്. അപ്പോൾ ആ തർജ്ജമ അത്ര കണ്ട് ശരിയല്ലെന്ന് നമുക്ക് മനസ്സിലാക്കാമെന്ന് തോന്നുന്നു. അതായത് രഹസ്യത്തിൽ ചെയ്യുന്നതെന്തോ അത് കാണുന്ന പിതാവ്, അതായത് വൺ ഹൂ സീസ് ദ ഡീഡ്സ് ഡൺ ഇൻ സീക്രറ്റ് എന്നൊക്കെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുക. അല്ലാതെ രഹസ്യത്തിൽ കാണുന്ന എന്ന് വെച്ചാൽ ഒളിവിൽ കാണുന്ന, ഈ ഒളിഞ്ഞിരുന്ന് കാണുന്ന എന്നൊക്കെ അർത്ഥം വന്നു പോകുമല്ലോ. അങ്ങനെയല്ലല്ലോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ദേവസ്യാസാറ് പ്രയോഗിച്ച വാക്ക് വളരെ അന്വർത്ഥമാണ്, ഗുപ്തദർശി എന്ന്. ഗുപ്തം എന്ന് വെച്ചാൽ ഗോപനം ചെയ്യപ്പെട്ടത്. നമ്മൾ ഗോപനം ചെയ്യുന്ന കാര്യങ്ങൾ അത് കാണുന്നവനാണ്. എന്താണ് ഗോപനം ചെയ്യേണ്ടതെന്ന് അതിനകത്ത് പറയുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന സൽപ്രവൃത്തികളാണ് ഗോപനം ചെയ്യാൻ പറയുന്നത്. അതെ 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 അതെ. ഈ ദാനം തുടങ്ങിയവയെ കുറിച്ചാണല്ലോ പറയുന്നത്. നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കാം. യഥാ പുനസ്ത്വം ഭജനം കരോഷി എന്നാരംഭിക്കുന്ന അടുത്ത ശ്ലോകത്തിലേക്ക് അതുല്യ നമുക്കായിട്ട് അത് ആലപിച്ചു തരും. യഥാ പുനസ്ത്വം ഭജനം കരോഷി തദാ സമോ മാ ഭവദാംഭികൈസ്ത്വം പരാവലോകായ ഹി യേ ഭജന്തി സമാജഗേഹേ ചതുഷ്പഥേ ച. നോക്കു വച്ച പുനഃ പിന്നെയോ യഥാത്വം ഭജനം കരോഷി, നീ എപ്പോൾ ഭജനം ചെയ്യുന്നുവോ, ഈശ്വരസ്തവം നടത്തുന്നുവോ, തഥാത്വം യേ പരാവലോകായ സമാജഗേഹേ ച ചതുഷ്പഥേ ച ഭജന്തി തൈഹി ദാംഭികൈഹി സമഹ മാ ഭവ. അപ്പോൾ നീ ആ കപട ഭക്തന്മാർക്ക് തുല്യനാകരുത്. നീ എപ്പോൾ പ്രാർത്ഥിക്കുന്നുവോ അപ്പോൾ നീ കപട ഭക്തന്മാർക്ക് തുല്യനാകരുത് എന്ന്. അവർ എന്താണത്രേ ചെയ്യുന്നത്? ഏ പരാവലോകായ സമാജഗേഹേ ച ചതുഷ്പഥേ ച ഭജന്തി എന്ന് അന്യർ കാണുവാൻ വേണ്ടി സഭാഗൃഹങ്ങളിലും നാൽക്കവലകളിലും പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. ആ കപട ഭക്തന്മാർക്ക് തുല്യനാകരുത് നീ സ്വയം പ്രാർത്ഥിക്കുമ്പോൾ എന്ന്. ഈ മാനസസ്തവൈഹി എന്നൊരു പ്രയോഗം നമ്മൾ കണ്ടായിരുന്നു. അതായത് യോഹന്നാൻ തൻ്റെ അന്ത്യനിമിഷത്തിൽ കവി വർണ്ണിച്ചപ്പോൾ അദ്ദേഹം അവിടെ ഈ മനസ്സാ സ്തോത്രം ഉതിർക്കുകയായിരുന്നുവല്ലോ.
അത് ആരാച്ചാരെ പോലും കരയിച്ചു നമ്മൾ കണ്ടു. അങ്ങനെ ഒരു രംഗം അദ്ദേഹം ആവിഷ്കരിക്കുന്നുണ്ട്. സ്നാപക യുഹനസ്യ വധഃ എന്ന അധ്യായത്തിൽ ദിവസ്യാസാറ് അതോർത്തു പോവുകയാണ് ഇവിടെ. അപ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പിന്നീട് പറയുകയും ചെയ്യുന്നുണ്ടല്ലോ ഈശോ ഈ ഗിരിപ്രഭാഷണത്തിൻ്റെ ഇടയ്ക്ക് വെച്ച് തന്നെ. അപ്പോൾ അതിനൊരു പശ്ചാത്തലം ഒരുങ്ങുകയാണ് ഇവിടെ എന്ന് തോന്നുന്നു. നീ പ്രാർത്ഥിക്കുമ്പോൾ അന്യർ കാണാൻ വേണ്ടി ആവരുത്. അന്യർ കാണാൻ വേണ്ടി കപടഭക്തന്മാർ സഭാഗൃഹങ്ങളിലും നാൽക്കവലകളിലും വെച്ച് നടത്തുമല്ലോ പ്രാർത്ഥന, അതുപോലെ ആവരുത് നിന്റെ പ്രാർത്ഥന എന്ന് താക്കീത് ചെയ്യുന്ന ഒരു ശ്ലോകമാണ് നമ്മൾ കണ്ടത്. ഈ വാക്കുകൾ കേട്ടപ്പം എൻ്റെ മനസ്സിൽ വന്നത് ക്രിസ്തു പറയുന്നുണ്ട്, എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നു എൻ്റെ കുരിശും എടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരട്ടെ. വാസ്തവത്തിൽ മനുഷ്യൻ്റെ സ്വാഭാവിക പ്രേരണയ്ക്കെതിരല്ലേ ഇതെല്ലാം പറയുന്നത്. മനുഷ്യൻ എന്തെങ്കിലും ചെയ്താൽ മറ്റുള്ളവർ കാണണം, അവരെ പ്രശംസിക്കണം, അതുപോലെ തന്നെ 4 പേര് അറിയണം, അതുപോലെ തന്നെ ഒരു ചകിട്ടത്തടിച്ച മറു ചകിട്ടിട്ട് അടിക്കാനാണ് നമുക്ക് പ്രേരണ. ഈ സ്വാഭാവികമായ പ്രവണതകളെ എല്ലാം നമ്മൾ മാറ്റിവെച്ച് അതിൻ്റെ അപ്പുറത്തേക്ക് പോകണമെന്നാണ്. അത് ചില ക്ലേശം, ത്യാഗം ആവശ്യപ്പെടുന്നത്. അതുകൊണ്ടായിരിക്കും ക്രിസ്തു പറഞ്ഞത്. ക്രിസ്തുവിനെ അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമില്ല. അത് തൻ്റെ കുരിശും എടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരട്ടെ. അങ്ങനെ നമ്മുടെ ഈ സ്വാഭാവിക പ്രേരണകളെയെല്ലാം വിജയിച്ചാലേ ക്രിസ്തുവിൻ്റെ ഒപ്പം നമുക്ക് പോകാനായിട്ട് പറ്റുള്ളൂ എന്നുള്ള അതിൻ്റെ അടിയിൽ നമ്മൾ അതുകൊണ്ടാണല്ലോ ഇന്ന് പറഞ്ഞിരിക്കുന്ന പോലെ ഭൂരിപക്ഷത്തിനും ചെയ്യാൻ സാധിക്കാത്തതിന് കാരണം. അതെ 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 അതെ. നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കാൻ വെച്ചാൽ സമാനമായ മറ്റൊരു ശ്ലോകത്തിലേക്ക് കടക്കുകയാണ്. യഥാ പുനഃ പ്രാർത്ഥയസേ. അപ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് തുടർന്ന് ഈശോ പറയുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള പദ്യമാണ് അടുത്തത്. അതിലേക്ക് കടക്കുകയാണ്. യഥാ പുനഃ പ്രാർത്ഥയസേ തദാ ഗൃഹം പ്രവിശ്യ ബദ്ധ്വാ ച കവാടമേകകഃ കുരുസ്വതാതം പ്രതിയാജനാമ്രഹഃ പിതാ ഫലം ദാസ്യതി ഗുപ്തദർശകഃ. നോക്കൂ, ഗുപ്തദർശകഃ പിതാ ഫലം ദാസ്യതി. ഗുപ്തദർശകഃ എന്നാണ് ഇവിടുത്തെ വാക്ക്. ഗുപ്തദർശി എന്നായിരുന്നു തൊട്ട് മുന്നത്തെ വാക്ക്. നമ്മൾ ഗോപനം ചെയ്ത് നടത്തുന്ന കാര്യങ്ങൾ കാണുന്നവനെന്ന്, രഹസ്യമായി ചെയ്യുന്ന കാര്യങ്ങൾ കാണുന്ന പിതാവ് ഫലം തന്നുകൊള്ളും എന്നാണ് ഈ പദ്യവും അവസാനിക്കുന്നത്. പുനഃ തുടർന്ന് യഥാ ത്വം പ്രാർത്ഥയസേ തഥാ. നീ പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഗൃഹം പ്രവിശ്യ, വീട്ടിലേക്ക് കടന്നു ചെന്ന് കവാടം ബദ്ധ്വ, വാതിലടച്ചിട്ട് ഏകകഃ, ഒറ്റയ്ക്കിരുന്ന് സ്വതാതം പ്രതി രഹഃ യാചനാം കുരു. പിതാവിനോട് രഹസ്യമായി യാചിക്കുക, രഹസ്യമായി പ്രാർത്ഥിക്കുക. ഗുപ്തദർശകഃ പിതാ ഫലം ദാസ്യതി. രഹസ്യത്തിൽ കാണുന്ന പിതാവ് എന്നാണ്. പക്ഷേ കുറെ കൂടി കൃത്യമായ വ്യാഖ്യാനം ഇങ്ങനെയാണല്ലോ, രഹസ്യമായി നാം ചെയ്യുന്ന സംഗതികൾ കാണുന്ന പിതാവ് എന്ന. രഹസ്യമായി നാം ചെയ്യുന്നതെന്തോ അത് കാണുന്ന പിതാവ് തീർച്ചയായും ഫലം തന്നുകൊള്ളും എന്ന്. അപ്പോൾ ഒരു ശ്ലോകം കൂടി നോക്കാം. അപ്പോൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് വിവരിക്കുന്ന അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കുകയാണ്. യഥാ വിജാതീയ ജനാഹ എന്നാരംഭിക്കുന്ന അടുത്ത ശ്ലോകത്തിലേക്ക്. യഥാ വിജാതീയ ജനാസ്തദാർത്ഥനം മാ കാഷ്ടവാചാം പുനരുക്തിഭിർവൃഥാ പ്രാഗർത്ഥനാദ്യുഷ്മദഭീപ്സിതം പിതാ ജാനാത്യതഃ പ്രാർത്ഥയതേശ്വരം യഥാ. അച്ഛാ നോക്കൂ, യഥാ വിജാതീയ ജനാഹ തഥാ യൂയം വൃഥാ വാചാം പുനരുക്തിഭിः അർത്ഥനം മാ കാഷ്ട എന്ന്. നിങ്ങൾ പ്രാർത്ഥിക്കരുത്. എങ്ങനെ പ്രാർത്ഥിക്കരുത് എന്ന്? വാചാം പുനരുക്തിഭിः എന്ന്, വാക്കുകളുടെ ആവർത്തനത്തോടു കൂടി, വാക്കുകൾ ആവർത്തിച്ചുകൊണ്ട് വേണ്ട നിങ്ങൾ പ്രാർത്ഥിക്കുവാനെന്ന്. വിജാതീയരെ പോലെ എന്നും പറയുന്നുണ്ട്. യഥാ വിജാതീയ ജനാഹ തഥാ. വിജാതീയരെ പോലെ നിങ്ങൾ വാക്കുകളുടെ ആവർത്തനത്തോടു കൂടി പ്രാർത്ഥിക്കരുത്. പ്രാർത്ഥിക്കുവാൻ വാക്കുകൾ പോലും വേണ്ട എന്നാണോ ഉദ്ദേശിക്കുന്നത്? മൗനമായ പ്രാർത്ഥനയാണ് കൂടുതൽ, അല്ലെങ്കിൽ ഏറ്റവും ഫലവത്തായ പ്രാർത്ഥന എന്നാണോ? അതങ്ങനെ നമുക്ക് കരുതാമെങ്കിലും അത് മാത്രമല്ല എനിക്ക് വന്നത്, വേറൊരു അർത്ഥവും കൂടെ നമുക്ക് കാണാൻ പറ്റും. അതായത് വാക്കുകൾ ഉൾക്കൊള്ളാതെ ചുമ്മാ ഇങ്ങനെ വാക്കുകൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുക, അർത്ഥം ഉൾക്കൊള്ളാതെ. അർത്ഥം ഉൾക്കൊള്ളാതെ നിങ്ങൾ പ്രാർത്ഥിക്കുക, നിങ്ങളുടെ ഹൃദയം അകലെയാണെന്ന് ക്രിസ്തു പറയുന്നുണ്ട്, പ്രവാചകൻ പറയുന്നുണ്ട്. നമ്മൾ ഉൾക്കൊള്ളാതെ ചുമ്മാ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് സ്പിരിച്വൽ ബിസിനസ് എന്നൊക്കെ ചില ബിസിനസ് എന്നൊരു വാക്ക് ഉപയോഗിക്കണം. ഇങ്ങനെ ഒത്തിരി ആത്മീയ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷെ ഉള്ളിൽ പിടിക്കുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളത് പാടില്ല. അത് ശുഷ്കമായിട്ടുള്ള, വളരെ സൂപ്പർഫിഷ്യലായ രീതിയിൽ, വളരെ ഉപരിപ്ലവമായ രീതിയിലുള്ള പ്രാർത്ഥന സ്വീകാര്യമല്ല എന്നുള്ള കാര്യമാണ് ഈശോ പറയുന്നത്. അതെ. അപ്പോൾ ഇവിടെ അടുത്ത വരി വളരെ പ്രധാനമാണെന്ന് തോന്നുന്നു. അർത്ഥനാത് പ്രാഗ് യുഷ്മത് അഭീപ്സിതം പിതാ ജാനാതി. പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് തന്നെ
പിതാവിനറിയാം നിങ്ങളുടെ ആഗ്രഹം, നിങ്ങളുടെ ആവശ്യം എന്താണെന്ന് നിങ്ങൾ അത് പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് തന്നെ പിതാവിന് അറിയാമല്ലോ എന്ന്. അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് വേണ്ട പിതാവിനറിയാൻ നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്ന്. ജാനാത്യതഃ പ്രാർത്ഥയത ഈശ്വരം യഥ. അതുകൊണ്ട് ഈശ്വരനെ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് ഈശോ പറയുന്നതാണ് തൊട്ട് അടുത്ത ശ്ലോകം മുതലുള്ള. നമ്മൾ അത് അന്യത്ര കണ്ടതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ വെച്ചാൽ നമ്മൾ ഇവിടെ കണ്ടത് സത്കർമ്മം എങ്ങനെ ചെയ്തുകൂടാ എന്ന് വിവരിക്കുന്ന കുറേ ശ്ലോകങ്ങളാണ്. ഈ പ്രാർത്ഥന എങ്ങനെ നടത്തിക്കൂടാ എന്ന് വിവരിക്കുന്ന ശ്ലോകമാണ്. നമ്മൾ ഇൻട്രോയിൽ കണ്ടു എങ്ങനെ സത്കർമ്മങ്ങൾ ചെയ്യണം എന്ന് വിവരിക്കുന്ന സുഭാഷിതങ്ങൾ കണ്ടു. ഇവിടെ സത്കർമ്മങ്ങൾ എങ്ങനെ ചെയ്തുകൂടാ എന്ന് നമ്മെ ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. ആണയിടലിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ ഗിരിപ്രഭാഷണത്തിൽ. അത്തരം ശ്ലോകങ്ങൾ ദേവസ്യാസാര മനോഹരമായി അവതരിപ്പിച്ചിട്ടുണ്ട്. അതിലേക്ക് കടക്കുകയാണ്. ശ്രുതം യുഷ്മാഭിരുദ്ധം ച എന്നാരംഭിക്കുന്ന ശ്ലോകത്തിലേക്ക് അതുല്യ നമുക്കായിട്ടത് ആലപിച്ചു തരും. ശ്രുതം യുഷ്മാഭിരിദ്ധം ച മാ കാഷ്ടശബദം മൃഷാ ശബദസ്യ ഫലം സർവം ഈശ്വരായ സമർപ്യതാം. നോക്കൂ, യുഷ്മാഭിഹി ഇത്തം ശ്രുതം, നിങ്ങളിങ്ങനെ കേട്ട് കാണുമല്ലോ. മൃഷാ ശപഥം മാ കാഷ്ട എന്ന്, കളവായി ശപഥം ചെയ്യരുത് എന്ന്. ശപഥസ്യ ഫലം സർവം ഈശ്വരായ സമർപ്യതാം. ശപഥസ്യ സർവം ഫലം ഈശ്വരായ സമർപ്യതാമെന്ന്, ശപഥത്തിൻ്റെ എല്ലാ ഫലവും ഈശ്വരന് സമർപ്പിച്ചുകൊള്ളൂ എന്നും നിങ്ങൾ കേട്ട് കാണുമല്ലോ. അതിൽ എന്താണ് പുതുക്കൽ വരുത്തുന്നത്? അതാണ് തുടർന്ന് പറയുന്നത്. യുഷ്മാൻ ബ്രവീമ്യഹം ജാതു എന്നാരംഭിക്കുന്ന അടുത്ത ശ്ലോകത്തിലേക്ക് കൂടി കടക്കാം. യുഷ്മാൻ ബ്രവീമ്യഹം ജാതു മാ കാഷ്ടശബദം സുതാഃ മാ സ്വർഗേണ യതശോസ്തി സിംഹാസനപദം വിഭോഃ. അഹം യുഷ്മാൻ ബ്രവീമി, ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് യേശു പറയുന്നത്. സുതാഹ എന്നാണ് വിളിക്കുന്നത് കുഞ്ഞുങ്ങളെ. മാ കാഷ്ട ശപഥം, ശപഥം മാ കാഷ്ട. അപ്പോൾ പഴയ നിയമം അനുസരിച്ച് നിങ്ങൾ കളവായി ശപഥം ചെയ്യരുത്, കളവായി ആണയിടരുത് എന്നായിരുന്നു. ഇവിടെ ഈശോ പറയുന്നു ശപഥം തന്നെ നടത്തരുത്, ആണയിടരുത് എന്ന്. അവിടെ വിശേഷണങ്ങളൊന്നുമില്ല. ശപഥം മാ കാഷ്ട എന്ന ജാതു എന്നുകൂടി ചേർക്കുന്നുണ്ട്. ഒരിക്കലും ശപഥം ചെയ്യരുത് എന്ന്. ഇനി എന്തിനെ കൊണ്ട് ചെയ്യരുത് എന്നുകൂടി പറയുന്നുണ്ട്. മാ സ്വർഗേണ, സ്വർഗത്തെ കൊണ്ടരുത്. യതഃ എന്തെന്നാൽ സഹ വിഭോഹോ സിംഹാസന പദമസ്തി, അത് ദൈവത്തിൻ്റെ സിംഹാസനമാണ്, ദൈവത്തിൻ്റെ സിംഹാസന സ്ഥാനമാണ്. അതുകൊണ്ട് സ്വർഗത്തെ കൊണ്ട് ആണയിടരുത് എന്ന്. ഇനി തുടർന്ന് എന്തിനെ കൊണ്ടൊക്കെ ആണയിടരുത് എന്ന് പറയുന്ന അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കുകയാണ്. മാ മേദിനിയ എന്ന്, ഭൂമിയെ കൊണ്ടരുത് എന്ന് പറയുന്ന അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കുകയാണ്. തുല്യ നമുക്കായിട്ടത് ആലപിച്ചു തരും. മാമേദിന്യായ തസ്സാഹി വിഭോശ്ചരണ പീഠികാ മാചൈരൂശലേമേന മഹാരാജ്യസ്യ സാ പുരീ. നോക്കൂ, മേദിന്യാമ, ഭൂമിയെ കൊണ്ടരുത്. യഥ എന്തെന്നാൽ സാ വിഭോ ചരണപീഠികാഹി, അത് ദൈവത്തിൻ്റെ പാദപീഠമാണല്ലോ എന്ന്. മാച്ച ഇരൂശലേമേന, ജെറൂസലേമിനെ കൊണ്ടുമരുത്. മഹാരാജസ്യ സാ പുരി, അത് മഹാരാജാവിൻ്റെ നഗരിയാണ് എന്ന്. അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കാം. ശിരസാവാമാശബധ്വം എന്ന് പറയുന്ന ശ്ലോകത്തിലേക്ക്, ശിരസിനെ കൊണ്ടുമാണ് ഇടരുത് എന്ന് പറയുന്ന അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കുകയാണ്. ശിരസാവാമാശബധ്വം യദേകം വാ ശിരോരുഹം ന ശക്യതേ സ്ഥിതം കർത്തും യുഷ്മാഭിരസിതം തുവാ. നോക്കു വെച്ചാൽ ശിരസാവാമാ ശബധ്വം, ശിരസിനെ കൊണ്ടും ശപഥം ചെയ്യരുത്. ഇത് എന്തെന്നാൽ ഏകം ശിരോരുഹം യുഷ്മാഭിഹി സിതം വാ കർത്തും ന ശക്യത്തെ. ഒരു ഒറ്റ രോമത്തെ പോലും വെളുപ്പിക്കാനോ കറുപ്പിക്കാനോ സ്വാഭാവികമായി വെളുപ്പിക്കാനോ കറുപ്പിക്കാനോ നിങ്ങളെ കൊണ്ട് കഴിയില്ലല്ലോ. അതുകൊണ്ട് ശിരസിനെ കൊണ്ടും ശപഥം നടത്തരുത്. അപ്പോൾ ആണയിടലിന് എതിരെയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ ഇത്രയും നോക്കിക്കണ്ടത്. കളവായി ശപഥം ചെയ്യരുത് എന്ന
ആ മുൻ സിദ്ധാന്തത്തെ പരിഷ്കരിച്ചുകൊണ്ട് ഈശോ പറയുകയാണ് ശപഥം തന്നെ നടത്തരുത്. അതിന് സകാരണമാണ് അതിലെ ഓരോ വാചകവും നമ്മൾ കണ്ടു. സത്കർമ്മങ്ങൾ എങ്ങനെ ചെയ്തുകൂടാ എന്ന് കണ്ടു, ആണയിട്ടുകൂടാ എന്ന് പറയുന്ന ശ്ലോകങ്ങൾ കണ്ടു. ദേവസ്യ സാറ് ഒരു വിവർത്തകൻ്റെ കൈയടക്കത്തോടു കൂടിയാണ് ഗിരിപ്രഭാഷണം മുഴുവൻ സമീപിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ ഒന്നുകൂടി കണ്ടുറപ്പ് വരുത്തി. അത് ഭാരതീയ സംസ്കാരത്തിൽ അടിയുറച്ചു നിൽക്കുന്ന സംസ്കൃത പദങ്ങൾ ഉപയോഗിച്ചാണ് സാർ ചെയ്തിരിക്കുന്നത്. ഈ സംസ്കാരങ്ങൾ തമ്മിലുള്ള ഒരു സമന്വയം അതിൻ്റെ അകത്തുണ്ട്. വെറും വിവർത്തനം മാത്രമായിട്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല. മാത്രമല്ല ഇതിൻ്റെ അകത്ത് മൊത്തത്തിൽ നോക്കുക ഒരു പുതിയ ആത്മീയത, പുതിയ സ്പിരിച്വാലിറ്റിയാണ് ക്രിസ്തു അവതരിപ്പിക്കുന്നത്. അപ്പം ഈ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് നിരാശ ഉണ്ടാകാതിരിക്കണമെന്നുണ്ടെങ്കിൽ ക്രിസ്തു പറഞ്ഞ പോലെ ചെയ്താലേ പറ്റുള്ളൂ. കാരണം നമ്മൾ സൽപ്രവൃത്തികൾ ചെയ്യുമ്പോൾ മറ്റുള്ളവർ കാരണമെന്ന് ആഗ്രഹിച്ച് നമ്മൾ മറ്റുള്ളവരോട് പറയുമ്പോൾ അതൊരു തള്ളാന്ന് എല്ലാവരും പറയുന്നത്. മിക്കവാറും അങ്ങനെ പറയുന്നവരെ ആൾക്കാർക്ക് ഇഷ്ടമില്ല ഒന്നാമത്. അതുകൊണ്ട് അംഗീകാരം കിട്ടാനും ബുദ്ധിമുട്ടാണ്. പലരും അംഗീകാരം പ്രതീക്ഷിച്ച് വലിയ സേവനം പലപ്പോഴും മനുഷ്യൻ അംഗീകാരം കൊടുത്തെന്ന് വരത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും അടിസ്ഥാനപരമായിട്ട് പിടിച്ചു നിൽക്കണമെങ്കിൽ ഞാനും ദൈവവും തമ്മിലുള്ള ഒരു സമ്പർക്കമാണ് ഇതിലൂടെ നടക്കുന്നത് എന്നുള്ള ആഴമായൊരു ആത്മീയതയുള്ളവർക്ക് സൽക്കർമ്മങ്ങൾ തുടർച്ചയായിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ തിരിച്ചടികൾ വരുമ്പോൾ ആൾക്കാർ നിരുന്മേഷരായിട്ടേ തോന്നും. തീർച്ചയായും മദർ തെരേസയുടെ പ്രസിദ്ധമായൊരു പ്രാർത്ഥനയുണ്ട്. അതിൻ്റെ അകത്ത് മനുഷ്യർ സെൽഫിഷായിരിക്കും, എങ്കിലും നിങ്ങൾ നിസ്വാർത്ഥമായിട്ട് സേവനം ചെയ്യണം. മനുഷ്യർ നിങ്ങൾ എന്ത് ചെയ്യുന്ന കാര്യം നാളെ മറന്നുപോയേക്കാം, എങ്കിലും നിങ്ങൾ നന്മ ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ട് അവസാനം പറയുന്ന ഒരു കാര്യമാണ്, അടിസ്ഥാനമായിട്ട് നീയും നിൻ്റെ ദൈവവും തമ്മിലുള്ള ഇടപാടാണ് നമ്മുടെ എല്ലാ സൽപ്രവൃത്തികളും. അതുകൊണ്ട് ദൈവത്തിൽ ഊന്നി നിന്ന് പ്രവർത്തിക്കുക എന്നുള്ള അതാണ് ആക്കാമ്പുള്ളവർ ചെയ്യുന്നത്. അങ്ങനെ ഒരു ആത്മീയത അടിയുറച്ച സോളിഡ് സ്പിരിച്വാലിറ്റിയാണ് വാസ്തവത്തിൽ. അതും വളരെ സാറ് പറഞ്ഞ ഒരു വലിയൊരു ദർശനത്തിൽ അടിയുറച്ച് നിൽക്കുന്ന ഒരു എങ്ങനെയാണ് നമ്മൾ നന്മ ചെയ്യരുതെന്ന് പറയുമ്പോൾ എങ്ങനെ ചെയ്യണമെന്നും കൂടെ അതിൻ്റെ അകത്ത് നമുക്ക് കാണാനായിട്ട് തീർച്ചയായും അങ്ങനെ ഇന്നും പ്രകാശം പരത്തുന്ന വാക്കുകളാണ് നമ്മൾ ചർച്ച ചെയ്തത്. തീർച്ചയായും നമുക്ക് അടുത്തൊരു അധ്യായവുമായി അടുത്ത ആഴ്ച കാണാം. നെസ്റ്റ് ടിവിയിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വാട്സാപ്പിലൂടെ ഞങ്ങളെ അറിയിക്കുക. അറിയിക്കേണ്ട നമ്പർ 9074576022.